ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശിൽ മണാലി എന്നൊരു ഏകദേശം 70 കിലോമീറ്റർ മാറിയിട്ടുള്ളൊരു ചെറിയൊരു വില്ലേജിലാണുള്ളത്. ലാഹുൽ വില്ലേജിൽ എന്ന് പറഞ്ഞിട്ടേ റൗഫിൻ്റെ എല്ലാം കിളി പോയിട്ടിരിക്കുവാണ് തണുപ്പെല്ലാം ആയിട്ട്. ഇതൊക്കെ ഇവിടെ എന്താ കാണുന്നത്? കിട്ടിയില്ലേ? സന്തോഷായില്ലേ? ആ എന്തേ എന്നാ നടന്നോ? ഒരു പ്രത്യേക രസം ഉണ്ടാവും ഇതുവഴി ഇങ്ങനെ നടക്കുമ്പോ. നോക്ക്, അമ്മ നടക്കുമ്പോ ഇല്ലേ കിർന്ന് സൗണ്ട് വരുന്നു. ഫുള്ള് സ്നോ, സ്നോ. ആ അതന്നെ, അതാണ് സെയിമാണ്. ഫുള്ള് സീനാ. നോക്കി എന്ത് സ്നോഫാളാന്നറിയാം. എപ്പൊ തുടങ്ങിയെന്നറിയതേ, നമ്മള് പോകുന്ന വഴിയാണിത്. മൊത്തം സ്നോഫാള് കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഞാന്. മനസ്സിലായോ ഒരാൾക്ക്? ഇവിടെ നോക്ക്, അറിയല്ലേ കള്ളപ്പന്നി പട്ടി. പറ്റില്ല, സ്റ്റെപ്പ് വരെ ക്ഷീണായി. എന്ത് സ്നോ അത് നോക്ക്. സ്നോ എന്ന് പറഞ്ഞതേ കണ്ട, ഇവിടെ മൊത്തം സ്നോ ആയിട്ടല്ലേ, മൊത്തം മൂടി. നോക്ക് ആ മരം കണ്ടോ? എത്രക്കുണ്ട് എന്താലേ വെല്ലാത്ത തന്നെ. ഫുള്ള് വെള്ളയില്ലേ, ഫുള്ള് വൈറ്റ്. അവിടെയൊക്കെ നോക്ക് മോതെ, ഫുള്ള് വൈറ്റായി. ഫോണൊക്കെ വൈറ്റാവണ്. എന്താണ് ഈ കാണുന്നത്? എൻ്റെ അമ്മ വെറുതല്ലടാ, ഫുള്ള് സീനില്ലേ. നോക്ക് തലയെല്ലാം എന്താവുന്നേ. ആ നോക്ക്, അയ്യോ ഈ മരം നോക്ക്. വാവ്, മരാണ്ട് ഏറ്റവും രസം. നോക്ക് കണ്ട, ഓ കണ്ട എല്ലാവിടെയും ഫുള്ള് ഫുള്ള് ഫുള്ള്. എന്തേ ഇത് നോക്ക് ഇവിടുത്തെ. അയ്യോ എന്ത് സീനാ നോക്ക്. എനിക്ക് കുഴപ്പമില്ല കേട്ടോ, എനിക്ക് സ്നോ ഇഷ്ടമാണ്. കുറച്ച് ദിവസം ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇഷ്ടമല്ല. അവിടുന്ന് പോന്നപ്പോഴേക്ക് എൻ്റെ കോലം കണ്ടോ? അതെ ഫുള്ള് കുടഞ്ഞ് കാണിച്ചതേ. കുടഞ്ഞേടാ ഒന്ന് കുടഞ്ഞേ. പോകുന്നില്ല, കുടയാൻ പറ്റുള്ളേ. സീൻ തണുപ്പാ, നല്ല രസമുണ്ട്. പക്ഷേ എനിക്ക് സ്നോയിൽ ഞാൻ തണുപ്പ് വലിയ കുഴപ്പമായി തോന്നല്ല. സീൻ സീൻ. കണ്ട പെറുക്കിയെടുക്കണ കണ്ട. ഇവിടെ നോക്ക്, നമ്മള് കാണുന്നത് ഇത് റൂമിൽ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ ആണ് കേട്ടോ. കണ്ടോ? അതെ സ്റ്റിൽ വീണോണ്ടിരിക്കുക. അതെ ഇവിടെ നിന്ന് ഇങ്ങനെ വാരി എടുക്കുക, അത്രക്കും ഇതാണ്. കണ്ട? ഓ നോക്ക്, അവിടുത്തെ ആ മരത്തിൽ ഒരു ഇല പോലും ഇല്ലാത്ത, പക്ഷെ സ്നോ മൂടീന്. ഇവിടെ മൊത്തം വെള്ളമായി, മൊത്തം സ്നോ വീണിട്ട് മൊത്തം വെള്ളമായിട്ടുണ്ട് കേട്ടോ. വാവ്, അത് ഏപ്രിലാണെന്ന് ആലോചിക്കണേ. ഏപ്രിലാണ് ഇത്ര അധികം സ്നോഫാളും എല്ലാം. കണ്ടോ? അത് കണ്ടിന്യൂസ്ലിയാണ്, നിൽക്കുന്ന പോലുമില്ല, കണ്ടിന്യൂസ്ലി ഇത് ഇങ്ങനെ ഉള്ളത്. വാവ്, ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. പക്ഷെ നമുക്ക് കുറച്ച് ദിവസം, ഒരു 3 ദിവസം നമുക്ക് അടിപൊളിയാണ്. 3 ദിവസം കഴിഞ്ഞ് സ്നോയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്ത് പിടിക്കും. തണുപ്പും അങ്ങോട്ട് പോകാനും പറ്റില്ല, ഭയങ്കര ഇതായിരിക്കും. ഇപ്പൊ ഭയങ്കര നൈസാ. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. ഇതോക്ക് എന്താ ഭാഗ്യം, സ്നോയിലെല്ലാം ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റുന്നല്ല. എന്താ ഭാഗ്യം നോക്ക്, ഒന്ന് ആലോചിച്ചോക്ക്. എനിക്കൊന്നും ഇത്രയും ഭാഗ്യമില്ല സത്യമായിട്ടും, അല്ലേ? നമുക്ക് ആർക്കും ഈ ഭാഗ്യമില്ല. നോക്ക്, ഇവിടുത്തെ ഈ സ്നോ എല്ലാം അടിച്ചു മാറ്റി കളഞ്ഞാണ് ഇത്രയും ഹൈറ്റിൽ സ്നോ ഉണ്ടായിട്ട് കേട്ടാ. ബർത്ത്ഡേ പോയി കേക്ക് പറിക്കും. സ്നോ ഫാള് നോക്കി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ 22 വയസ്സായി. 22ാമത്തെ വയസ്സിൽ കേക്ക് കട്ട് ചെയ്തവിടെ നോക്ക്, സ്നോയിൽ വെച്ചിട്ട്. നോക്ക്, സ്നോഫാൾ സ്റ്റിൽ ഉണ്ട് അല്ലേ? സ്നോഫാൾ ഉണ്ട്. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഇവിടെ സ്നോഫാൾ ആണ് കേട്ടോ. നോക്ക് എൻ്റെ അമ്മോ, കണ്ടോ? നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലമൊക്കെ മൊത്തം മൂടി. അയ്യോ നോക്ക്, ഇത് നിന്നിട്ടില്ല. ഇന്നലെ രാത്രി മുതൽ പെയ്യാൻ തുടങ്ങിയതാണ്. രാവിലെ എണീച്ചപ്പോ കാണുന്നത് ഇതാണ് കേട്ടാ. എൻ്റെ അമ്മോ, എന്താണല്ലേ, ഫുള്ള് കാണാൻ പറ്റുള്ളല്ലോ. ആ സ്കൂളൊക്കെ മൂടി. ഇവിടുത്തെ പിള്ളേരെങ്ങനെ സ്കൂളിൽ പോണേ? ഒന്ന് സാറ്റർഡേ, ഒന്ന് സ്കൂളില്ല. നോക്ക്
എൻ്റെ ഓനെ നോക്ക്. ദേ ഇങ്ങനെ എടുത്തിട്ടത് പോണ പോലുമില്ല. എൻ്റെ അമ്മ നോക്കി സീനി. ഫുള്ള് സ്നോ അധികമായി. നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാൻ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് പൂ ചോദിച്ചപ്പോ പൂക്കാലം തന്നെ കിട്ടിയില്ലേ? എവിടെ കാണിക്കണം? മൊത്തം ഉണങ്ങി കിടന്ന സ്ഥലം, ഉണങ്ങി കിടക്കണ ഓ എന്താണല്ലേ വൈക്കിങ്സ് സിനിമയിലൊക്കെ അതേപോലെ കിടക്കുന്നത്. എത്ര അടിപൊളി നോക്കി മഞ്ഞ്. ഇത്ര ഹൈറ്റ് എവിടെ ഒന്നും ഇല്ല. ഇത്ര ഹൈറ്റില് മഞ്ഞ, ഇത്ര ഹൈറ്റില് മഞ്ഞ് വന്നു. വാ മതി. സ്കൂളൊക്കെ ഉണ്ട്. വാ സീനാവും. ഓ ഇവിടുത്തെ സ്നോ മാറ്റി, ഭാഗ്യം. എന്നാലും സ്നോഫാൾ നിന്നിട്ടില്ല. തെന്നു എനിക്കറിയാം. നോക്കി കണ്ട, ഫുള്ള് സ്നോ, എവിടെ നോക്കിയാലും സ്നോ. ഓ ഇവിടെ ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നറിയോ? ഇപ്പൊ നോക്കിയ അവസ്ഥ. ഓ കണ്ട, ഫുള്ള് സ്നോവാ. നോക്ക്, കാണാൻ നല്ല രസാട്ടാ, ബ്യൂട്ടിഫുൾ. ഏപ്രിൽ 4 അതാണ് ഫുള്ള്. അത് ഈ ടൈമിൽ ഇങ്ങനെ കിട്ടലില്ല, എങ്ങനെയോ കിട്ടിയതാണ് അല്ലേ. ഇവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആലു പൊറോട്ടാണ് കഴിക്കുന്നത്. പിന്നെ അച്ചാറെടുത്തില്ല വേണ്ടേ? സ്നോഫാൾ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പുറത്ത്. മൊത്തം സ്നോ ആയിട്ടുള്ളത്. ഇവിടെ പുറത്ത് ഏതോ ഒരു സ്ഥലം കാണാൻ വേണ്ടി പോകണ്ട. ഇവിടെ നായ്ക്കളൊക്കെ കിടക്കണോക്ക്. ഓ തണുപ്പ് അവർക്ക് ഇഷ്ടമാണ്. കണ്ടോ അവിടെ ഒരു നായി കിടക്കണേ, ഹസ്കിലായിട്ട് ദേ നടക്കുന്നൊക്കെ. ഞാൻ ഇതിലൂടെയാണ് നടക്കുന്നത്. ഫുള്ള് വെള്ളം. ഓ എനിക്ക് ചെസ്റ്റൊക്കെ വേദന എടുക്കുന്നത്. ഇത് വഴുക്കൂലേ? ഒരു കാറ്റടാ, ഭയങ്കര കാറ്റ്. സീന്. വണ്ടിയിലെങ്ങനെ പോവും? ഫുള്ള് സീന്. വണ്ടിയിലെങ്ങനെ പോവും? ഇവിടെ മതിയാ കേറിനാ? ഇതൊക്കെ മഴ പെയ്യുന്ന പോലെ ഫുള്ള് മേത്തൊക്കെ അടിക്കുന്നുണ്ടാ. വഴുക്കു നോക്കി നടക്ക്. നടക്കാൻ പറ്റില്ല. എനിക്ക് നടക്കാൻ പറ്റില്ല. ഫ്രീസാണ്. എവിടെ വണ്ടി? ഇതാണോ വണ്ടി? എനിക്ക് മനസ്സിലാവുള്ളൂ. ഒന്ന് പിടിക്കട തന്നെ. ഞാനിവിടെ അച്ഛമ്മ എന്ത് ഹൈറ്റിലാണ്. ഹീറ്റഡ് ഇവിടെ വേനിക്കാ. അടച്ചിടാ, അതൊക്കെ അടഞ്ഞു കിടക്കണില്ല. കാറിന്റെ മുകളിലൊക്കെ ഫുള്ള് സ്നോ. ഭയങ്കര പണി. മഞ്ഞോണ്ട് കത്തിയടിച്ചിട്ട് വണ്ടിയില്ലേ മൊത്തം ക്ലീൻ ചെയ്യലാണ്. സ്നോ മൊത്തമായിട്ട് ക്ലീൻ ചെയ്തോണ്ട് ഇനി വണ്ടി എടുക്കാനായിട്ട്. വഴിക്ക് പോവോ നമ്മള്? പോകുമ്പോ വണ്ടി ഓടിക്കാൻ പറ്റും ഇത്ര സ്നോയില്? ഒരു കുഴപ്പമില്ല. ക്ഷീണം ഉണ്ടാവും. ഓടിച്ച് പുറത്തല്ലേ അവിടെ സീനുണ്ട്. ഇതിന് എത്ര ഫീറ്റ്? 4 സ്നോ അടിക്കുന്നു. എന്നാലും ഫോണിലാണ് അടി ഒരു 1.5 അടി ആയിട്ടുണ്ടാവില്ലേ? തണുപ്പ് കയ്യൊക്കെ വേനെടുത്ത് കൊള്ളണ പോലെ. വെള്ളമൊക്കെ ഫ്രീസ് ആയിട്ടില്ലല്ലേ? വെള്ളം ഐസാവും.
ഞാൻ പറഞ്ഞില്ലേ തല നോക്കിയേ ഓ ചത്തു സ്നോമാനാ തല നോക്ക് സാധനങ്ങളില്ലെങ്കിലേ ക്ലീൻ ചെയ്യാൻ അതിനെ കൊണ്ടുള്ള ക്ലീൻ ചെയ്യാൻ ചത്തുപോയതൊക്കെ നല്ലൊരു തല നോക്കിയേ തല ക്ലീൻ ചത്തു തണുത്തിട്ട് അതിനാണ് ഇതൊന്ന് മൂക്കിന്നൊക്കെ വെള്ളം ഒലിക്കാൻ നോക്കിയേ എനിക്കറിയാം എനിക്കത് എപ്പം കിട്ടലുണ്ട് മോനെ ഓട്ടോ ഇറങ്ങി കളിക്കുന്നുണ്ടോ വഴി കണ്ടാ നമ്മള് പോകുന്ന അത് ഫുള്ള് അങ്ങോട്ട് ക്ലോസ് ആയിട്ട് വഴി സീൻ വഴി എന്റെ മോനെ ഇതാണ് നമ്മള് പോകുന്ന വഴി നോക്ക് എന്റെ അമ്മ എങ്ങോട്ടാ പോകുന്നേ പഴയ ഒരു 200 വർഷം പഴകില്ല കൊട്ടാരം 200 വർഷം ഇതിനടുത്ത് കൊട്ടാരൊക്കെ മഞ്ഞില് മൂടിയിട്ടുണ്ടാവും അല്ലേ വഴി ഇതെന്താണിത് വഴിയൊക്കെ ഒന്നും മനസ്സിലാവണില്ല അല്ലേ സ്നോഫാള് നിക്കുന്നില്ല എങ്ങനെ ഉണ്ടായിരുന്നതാ ഇപ്പൊ നോക്കി അല്ലേ ഫുള്ള് മൂടി ആ ഹാപ്പി സ്വർഗത്തിനാണ് ഞാൻ അവിടൊന്നും എനിക്ക് കാണാൻ പറ്റില്ല നിങ്ങക്ക് കണ്ടോ എനിക്കെല്ലാം വെള്ളമായിട്ടാ തോന്നുന്നു അവിടേക്ക് നോക്കി പോണേ നമ്മള് കൊട്ടാരം കാണാൻ വേണ്ടി വന്ന പക്ഷെ കൊട്ടാരത്തില് ഇതാണ് അവസ്ഥ കൊട്ടാരത്തിന്റെ ഹൈറ്റ് കണ്ടോ സ്നോയുടെ ഹൈറ്റ് കാണാൻ പറ്റുന്നില്ല ഭയങ്കര സീനാ പുറത്തേക്ക് ഇറങ്ങല് എളുപ്പമായിട്ടുള്ള കാര്യല്ല ഭയങ്കര ടാസ്ക് ഉണ്ടോ എന്റെ അമ്മോ എങ്ങനെ പോകും നമ്മളെല്ലാം ഉണ്ടോ വഴി ഇതെങ്ങനെ തിരിക്കും നമ്മള് വണ്ടി പോയ വഴി സൈഡിൽ കൂടെ കാണുന്നുണ്ട് ആൾക്കാർ ഇങ്ങനെ ഇവിടെ ജീവിക്കുന്നില്ലേ സത്യം ഇവർക്ക് സമ്മർ വരെ കാത്തിരിക്കുക പേടിയാവണം ഫുള്ള് വെള്ളമായിട്ട് താഴത്തേക്ക് മറിഞ്ഞാ പോലും അറിയൂല ഫുൾ വെള്ളിയാ ഇങ്ങനെയൊന്നും പറയല്ലേ അഡ്വഞ്ചർ ശരിക്കും റിയൽ അഡ്വഞ്ചർ ആയിട്ടുള്ളത് കണ്ടാ ഓക്കടാ എന്ത് സീനാ നമ്മളിതാ പാലസ് കാണാൻ ഇറങ്ങാണ് 2 കൽപ്പിച്ച് ഇറങ്ങാന്ന് വിചാരിച്ചിട്ടാ ഇറങ്ങുന്നുണ്ട് ഡോറൊന്ന് പിടിച്ചൂടെ അങ്ങോട്ടാണോ വഴി വെറ്റി സീന് എന്റെ മോനെ സീന് വാവ് ഒന്നും കാണാൻ പറ്റില്ലടാ എനിക്ക് നീ നടക്കാദ്യോ ഇറക്കണോ അല്ലല്ലോ ശരിക്കും അല്ലേ എടാ എന്നെ കൊണ്ടുപോണ്ട് പോണോക്കി ഒറ്റക്ക് അത് ഞാൻ 2 ഫോണും പുറത്തൊക്കെ വെച്ചിട്ട് ഞാൻ വരുന്നു നോക്ക് ഇപ്പൊ നടക്ക് നേരെ നടക്ക് ആ ഷൂസിന്റെ ലൈസ് ഒന്നും കെട്ടാണ്ട് നോക്ക് അതൊക്കെ കെട്ടാണ്ട് വീഴും ഒന്നും മനസ്സിലാവണല്ലടാ കണ്ണൊന്നും കാണാനില്ലടാ എനിക്ക് എൻ്റെ അമ്മോ എനിക്ക് നടക്കാൻ പറ്റില്ല ഓ സീനി നോക്കി കയ്യെല്ലാം പിടിച്ചോണ്ട് കൊണ്ടുവന്ന് നോക്കി ഏത് വഴിയിലൂടെ കൊണ്ടുവന്ന് ഓ സീനി തെന്നും ഉറപ്പായും തെന്നും ഓ നോക്കി ഇറങ്ങിയില്ലെങ്കിൽ സീന ചാടത്തെ ചാടത്തെ ആ എൻ്റെ മോനെ ഓ സീനി ഇതുവഴിയാണ്ടാ വന്നത് എൻ്റെ അമ്മ ഞാൻ തിരിച്ചു പോകും എനിക്കറിയൂല
മൊത്തമായിട്ട് നമ്മളിപ്പോ ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെന്താ മൊണാസ്ട്രിയോ കാൻസർ പാലസ്, കാൻസർ കാസ് എന്നൊക്കെ പറയും. ഇതിന്റെ ഹിസ്റ്ററി എന്താ ഇത് 200-250 വർഷം മുമ്പ് ഇവിടുത്തെ വലിയ വലിയ ആൾക്കാർ, രാജാക്കന്മാരെ പോലത്തെ ആൾക്കാർ, പിന്നെ കമ്മ്യൂണിറ്റി സെന്റർ ഒക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കെട്ടിടം. ഇതിൻ്റെ അകത്ത് 105 മുറികളുണ്ട്, പിന്നെ ഒരു അമ്പലമുണ്ട്. അതൊക്കെ ക്ലോസ്, നമുക്കിപ്പം കയറി കാണാൻ പറ്റില്ല. ഇതെന്താ ഇവിടെ ഇങ്ങനെ ഒരു കുഴി? താലേക്ക് വെളിച്ചം, ജനലുകൾ കുറവല്ലേ. ഇതിപ്പം ഇപ്പോഴും അമ്പലം ഉണ്ട് ഇതിൻ്റെ അകത്ത്, അമ്പലത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. മൊത്തം മരവും കല്ലും. പിന്നെ ഇവർ റീകൺസ്ട്രക്ട് ചെയ്തപ്പോൾ കുറച്ച് കോൺക്രീറ്റ് ഉപയോഗിച്ചു. മരം കേട്ടോ, ഫുള്ള് മരം. ഡിസൈൻ ഫുള്ള് മരത്തിലാ കൊത്തിണ്ടാക്കിയേക്കുന്നത് അല്ലേ. പുതിയ കൂട്ടിക്കെട്ടിയൊക്കെ ബോറാക്കി കുറച്ച്. ഇതും കോൺക്രീറ്റ് ഭാഗമായിട്ട് അതുകൊണ്ട് കോൺക്രീറ്റ് ഇട്ടല്ലേ. അതറിയില്ല കേട്ടോ. സാധാരണ പൂജാരി ഉണ്ടാവില്ല, ഇന്ന് പിന്നെ സ്നോ വൈറ്റ് ആയിരിക്കും. അമ്പലവും പൂജാരിനെ കാണുന്നില്ല. അതിന്റെ ഉള്ളിലേക്ക് എന്താ ബാത്റൂം ഒക്കെ ക്ലോസ് ചെയ്തിട്ടില്ല. ഒന്നും കാണാല്ല. ചെറിയ സ്റ്റെപ്പൊക്കെ നോക്കി, സ്റ്റെപ്പ് ഉൾപ്പെടെ മറ്റേ ഇതാണ്, മരം വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ശരിക്കും കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, ഒന്നാമത് ഉറങ്ങിയിട്ടില്ലെന്നില്ല. വെള്ളം കൊണ്ടായിട്ട് ഭയങ്കര ടയർഡില്ല. ഓക്കെ, ഇതെല്ലാം ഇങ്ങനെ ചെരിഞ്ഞാണല്ലോ നിൽക്കുന്നേ. ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴോ? ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴോ? പിടിച്ചേ. ഓക്കെ, സീനാണ്. കാണുന്നില്ല, ഫുൾ വെള്ളം. അങ്ങോട്ട് കയറിയ പിന്നെ മൊത്തം വെള്ളം. ഹൈറ്റ് കുറവാണല്ലോ ഇവിടെ, ആൾക്കാർക്ക് ഹൈറ്റ് കുറവാണോ? എന്താ? അങ്ങനെ സ്ത്രീകൾക്ക് അങ്ങോട്ട് പ്രവേശനം ഇല്ലെന്ന്. കാറ്റാണ്ട, നല്ല കാറ്റാ സത്യം. ഇവിടെ നോക്കി, എൻ്റെ അമ്മ, ഒരു മനുഷ്യൻ ചത്തു വനിത് മാത്രം മതി കേട്ടോ. അത്രയധികം കാറ്റും അത്രയധികം ഫ്രീസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നോക്കി, നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫുള്ള് സ്നോയും പെയ്യുന്നുണ്ട്, സ്നോഫാളും. എൻ്റെ അമ്മ, എന്നെ കാണുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഒത്ത നോക്കി, സീൻ തണുപ്പും. ഇവിടുത്തെ ടോയ്ലറ്റ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇവിടുത്തെ ട്രഡീഷണൽ അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ്. ഇത് വലിയ ഹോളാ. ഇത് ലക്ഷറിയസാ, ലക്ഷറിയസ് വേർഷൻ. അത് പിന്നെ ടോയ്ലറ്റ് വന്നിട്ട് പിന്നെ ഇഷ്ടം പോലെ തീട്ടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പഴയ രാജാക്കന്മാരെ തീട്ടം കണ്ട ഇവിടെ വന്നാ മതി. എടുത്ത് വലിയ ഹോളാ, വലിയ ബാത്റൂമാ അല്ലേ. ഇവര് ഹൈറ്റ് ഇല്ലേ, ഇവരെന്താണ് ഇത്ര ചെറുത്ത് കെട്ടണത്? സീൻ. എൻ്റെ മോനെ, ഇതൊക്കെ എന്താണ്? പഴയ രാജാക്കന്മാരൊക്കെ ഇങ്ങനെ ജീവിച്ചോ എന്തോടെ. എൻ്റെ അമ്മ, സീൻ വഴി. ഇതൊക്കെ ഇപ്പൊ പണിതാണ് കേട്ടോ, കണ്ടറിയാം അല്ലേ. കോൺക്രീറ്റ് ഇടുന്നോണ്ട് നമ്മളിതാ മൊണാസ്ട്രിന്ന് ഇറങ്ങി തിരിച്ചു പോകാൻ കേട്ടോ. തിരിച്ചു പോകണ വഴിന്ന് കാണിച്ചു കൊടുത്തേ. എൻ്റെ അമ്മ, കഴിയും തിരിച്ച് വീണ്ടും അങ്ങോട്ട് പോണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്കറിയില്ല. എന്റെ കൈ പിടിച്ചേ. എനിക്ക് ഇപ്പൊ തന്നെ പറ്റുന്നില്ല, തണുത്തത് കൈ ശരിക്കും കണ്ടില്ലേ. എടുത്തു വെച്ചാൽ നിനക്ക് പറ്റില്ല. ഇല്ല, കുഴപ്പമില്ല. ഇതാണ് ആ മോണോസ്ക്രീൻ. ഇതല്ലേ ഒന്നാമത് പോയി കയറിയത്. ഇപ്പൊ കുറച്ചുകൂടെ മെയിൻ റോഡിൽ എത്തിയിട്ടാ. മെയിൻ റോഡിന്റെ അവസ്ഥയാണത്. നോക്ക്, ഫുള്ള് സ്നോ മൂടിയിട്ട് എന്താ, അങ്ങോട്ടൊന്നും കാണാൻ പോലും ഇല്ല. ഇവിടെ ഇങ്ങനെ വണ്ടികൾ പോകുന്നോണ്ട് കുറച്ച് ക്ലിയർ ആയിട്ടുണ്ട്. നോക്കി, പോകി. നമ്മളുടെ ഇവിടെ കൊടയൊക്കെ ഉണ്ട്. നോക്കി, വാവ്, എന്ത് രസാലേ. വാ, പയ്യെ പയ്യെ വാ. ഇവിടെ നോക്കി, നടക്കുന്ന വഴി വഴുക്കും തെന്നും വീഴും എല്ലാം സംഭവിക്കും. സീരിയസ്ലി തെന്നി വീഴൂട്ടാ, നോക്കി നടക്കണേ കേട്ടാ. സ്നോയിൽ തെന്നുവേ, സ്നോയിൽ നടക്കാൻ ഇച്ചിരി പാടാ.
എല്ലാവരും കൊടയായിട്ടാണ് നടക്കുന്നത്. വാ, കാറുകളൊക്കെ കണ്ട മൊത്തം മൂടി. ഓ, ഫുഡ് അടിക്കാൻ വേണ്ടി പോകുന്നെന്ന് തോന്നുന്നു. കടകള് മാർക്കറ്റ് സ്ഥലം മൊത്തം സ്നോ. സ്നോ ഇതൊക്കെ നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത. ഇതൊക്കെ കാണണം, വേൾഡിൽ ഇതൊക്കെ കാണണ്ടേ? കണ്ടോ നോക്കി, ചെറിയ ചെറിയ കടകളും ലോക്കൽ ആൾക്കാരുടെ ജീവിതവും. ഇവര് 6 മാസം ഇങ്ങനെയാണ് ജീവിക്കണോടെ, മനസ്സിലായ? ഓ, എന്തായി? ഇതൊക്കെ പോകണോക്കി. ഓ, നോക്കിയതാണ്, നല്ല വഴുക്കുന്നുണ്ട്. ഓ, ഡോഗ്സ് ഒക്കെ ഇരിക്കുന്ന ഉറങ്ങുന്നുണ്ടോ? കുഞ്ഞുറങ്ങുന്ന നോക്കി. ഓ, ക്യൂട്ട്. കണ്ടാ, നല്ല സുഖമായിട്ട് തണുപ്പിൽ കിടന്ന് ഉറങ്ങാം കേട്ടാ. അതല്ല അല്ലേ? ശരി, സുഖില്ലേ? രസല്ലേ? ബർത്ത്ഡേ ആയിട്ട് ഫുൾ സ്നോ അല്ലേ? ഫുൾ സ്നോഫാൾ. ഓ, അതല്ലാത്ത ബർത്ത്ഡേ തന്നെ. ഓക്കെ, എവിടെ നോക്കിയാലും സ്നോ 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 സ്നോ. നമ്മളിത് അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാണ് കേട്ടോ. ഇതെന്താണ് സംഭവം? ഇത് ബട്ടു എന്നാ പറയാ. ഇത് ഇവിടെ ഇവര് ട്രഡീഷണൽ ട്രഡീഷണൽ രീതിയിൽ മട്ടൺ ഉണ്ടാക്കിക്കൊണ്ട് അധികം മസാല ഒന്നും ഇടൂല. 3 മണിക്കൂർ മട്ടൺ ഇതിൽ വെച്ച് പൊക്കി ചെയ്യും. ഈ സാധനം ജസ്റ്റ് പൊക്കി നോക്കുന്നത് മനസ്സിലാവും. ഇട്ടളയാണിത്. ഓ, ഇത് പൊങ്ങള്ള. അത്ര ടേസ്റ്റ്. ഇത് പൊങ്ങള്ള. ഓ, 8 മൂന്ന്. ഇത് എത്ര വെയിറ്റ്? 5 കിലോനാ? 5 കിലോ ഉണ്ടാ? 5 പോരാ. എത്രയുണ്ട് പറ, ജിം ട്രെയിനർ പറ. 8 കിലോനാ? ഓ, കണ്ടോ, 10 കിലോ. ഓ, 10 കിലോ ഉണ്ട് കേട്ടോ. സീന് ഇത്രയും വെയിറ്റ് ഉള്ളത്. ഓ, എവിടത്തെ മട്ടൺ കറി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നല്ലേ? മട്ടൺ. ഓ, ആ പുറത്തേക്ക് നോക്കുമ്പോൾ എന്ത് വ്യൂ ആ അല്ലേ? ആ സ്നോ ഇങ്ങനെ പെയ്യുന്നു. ഇവിടെ നല്ല തിളച്ച മട്ടൺ ഉണ്ടാക്കുന്നു. വാ, സൂപ്പർ. അടിപൊളി. മധുര മധുരാണോ എരിവാണോ? ഇത് മധുരം ചക്കര. കുറച്ച് മതി. അത് വെച്ചോ. ശർക്കര. വേറെ എന്തുണ്ട്? അരിയോ ഇല്ലേ? ഓറഞ്ച് കളർ, ചെറിയൊരു ഷോപ്പ്. ഓ, ഫുഡ് കഴിച്ചോടെ ഇറങ്ങി. ഇവിടെ നോക്ക്, ഇപ്പോൾ ഫുള്ള് സ്നോന്റെ ഇത് കൂടി, കട്ടിയുള്ള സ്നോ ആയി. ഭയങ്കര കട്ടിയുള്ള സ്നോ ആണ് കേട്ടോ. ഓക്കെ, സ്നോ ഉണ്ട്. ഓക്കെ, ഇപ്പൊ നോക്ക്, പിന്നെ സ്നോ ഫാൾ കൂടി. എൻ്റെ അമ്മോ, ഒടുക്കത്തെ സ്നോ ആയിട്ടുണ്ട്. പിടിക്കാതെ പിടിച്ചിട്ടുള്ള ഫോട്ടോ എടുത്തോ? ഇല്ല, അവരോട് ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നു സ്നോയിലെല്ലാം. ഓ, നോക്കേ, എന്താണിത്? എന്താ തിരിച്ച് കേറാണ്ട? ഓ, എങ്ങനെയാണ്ടാ കേറുന്നത്? കാലൊക്കെ അങ്ങനെ ചോളം കയറാൻ. ഓ, ഉള്ളിൽ കയറുമ്പോഴാ തണുപ്പ്. അല്ലേ? ഡ്രസ്സെല്ലാം ഭയങ്കര തോന്നി. എന്താ, കുറച്ചുകൂടി നമുക്ക് പോകാൻ പറ്റില്ല, ഫുൾ സ്നോ മൂടിയിട്ട്. സീനാവും, അത്രയും സ്നോ. ഓ, അവൻ തട്ടല് നടക്കൂല. ഓ, സീനല്ലേ? കൈ വേദന എടുക്കണല്ലേ? എല്ലാം ഫുള്ള്. പെട്ടെന്ന് സ്നോ കൂടിയില്ലേ? സ്നോഫാള് നല്ല കൂടി. നമ്മളിങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ഇല്ലേ, കൊറേ കല്ലെല്ലാം വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. നോക്ക്, സൈഡിലെല്ലാം അത് ഈ മഞ്ഞിന്റെ കൂടെ വീണ് ചാടിയിട്ടാണ്. നമ്മള് പോകുന്ന വഴിക്ക് ഫുള്ള് ഇതന്നെയാണ്, ഇങ്ങനത്തെ വഴി കൂടെ പോകുന്നത്. സൈഡിലൂടെ പോകാൻ വഴിയുണ്ടാ? വഴിയിലൊക്കെ എന്തൊക്കെ ഒരു വഴിയെല്ലാം സൈഡെല്ലാം കിടക്കുന്നത്. നോക്കി പോക്കോട്ടാ, ഇറക്കം കൂടെയാണ്. സ്നോ കൂടുതൽ. പേടിയൊന്നുമില്ല, പറഞ്ഞ ഉണ്ടോ? എന്തൊക്കെയോ പറ്റീന വണ്ടിയിൽ. നല്ല താറ്, നല്ല വലിയ വലിയ വണ്ടിയൊക്കെയാണ്. എന്നിട്ടാണ്
പക്ഷെ ഓടിക്കാനും കൂടെ അറിയണം. ഈ സ്നോയിൽ ഓടിച്ച് ശീലമില്ലെങ്കിൽ പാടായിരിക്കും അല്ലേ. ഇത് സ്നോഫാള് കൂടുകയാണ് ശരിക്കും പറഞ്ഞാൽ, കുറയുന്നില്ല. മൊത്തം വെള്ളയാ. ആ വണ്ടികളൊക്കെ സൈഡാക്കി വെച്ചേക്കാ. എല്ലാ വണ്ടി സൈഡാ. നോക്ക് കണ്ടാ. 4x4 ആണെങ്കിലേ പോവുള്ളൂ. അതൊന്നും പോവൂല. ബാക്കില് വണ്ടി കിടക്കുന്നു. ഇഷ്ടംപോലെ വണ്ടികള് കണ്ടാ. पैसा का नहीं है बच्चे की लीटर तो कितना है? 10 रुपए का लीटर। हाँ हाँ या बस क्या अम्मा आगे से आ रहे उधर पूरी तरह बर्फ है, ज्यादा ही है. നമ്മളെ വണ്ടിയെല്ലാം ഇപ്പൊ വിടുന്നുണ്ട് കേട്ടാ. നോക്കിപ്പോയാലും പോവാ നമുക്ക്. എന്തേ തട്ടിയാ? തട്ടിയിട്ടില്ല, തട്ടിയ പോലെ തന്നെ. പക്ഷെ ഓ അതെന്താ തെന്നി പോയതാ? തെന്നിയതാണ്. തെന്നിയപ്പോ ചേർന്നൂല്ലേ? ആണ്. സ്ലോയില് പോയില്ലെങ്കിൽ തെന്നും. ഭയങ്കര പണിയാണ്. കഷ്ടം തന്നെ. ഓ ഓ ഓ അത് തെന്നി പോയത്. എടുത്തപ്പോ തെന്നിയത് കണ്ടാ? എടുത്തപ്പോ തെന്നി മാറി. ഓ ഇങ്ങോട്ട് ഒരാൾ കേറ് വരും. നോക്കി സ്നോമാൻ. ബിലാൽ സ്നോമാൻ. വീണ്ടും അവിടെ ഒരു വണ്ടി കണ്ട നട് റോഡിൽ ഇങ്ങനെ കിടക്കുന്നു. അത് 4x4 അല്ലാത്തോണ്ട് തന്നെ അത് തെന്നി വീഴോ. സ്നോഫാൾ ഇങ്ങനെ കൂടിയിട്ടുള്ളത് നോക്ക്. ഓ എത്ര കുമിഞ്ഞു കൂടിയിട്ടുള്ളേ കണ്ടോ. ഓ സീന്. ഓലൊന്ന് മൂത്രം ഒഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. ഓ ഞാൻ ഐസായി. ഓ നോക്കി. അയ്യോ എൻ്റെ അമ്മോ, ഞാൻ ഫ്രീസായി കേട്ടോ. ഓ ഹെവി സ്നോഫാളാ. സ്നോ എല്ലാം എക്സ്ട്രീമാ. തട്ടിയിട്ട് കയറ്. നിന്റെ വേഗം തട്ടിയാ റെഡിയാവും. എന്തോ റെഡിയാത്ത വേഗം കയറ്. ഓ കേറ്. ഓ കുഴപ്പമില്ല, കേറ്. ആ ഇങ്ങോട്ട് തന്നെ എല്ലാം സ്നോമാൻ. നമ്മളിവിടെ 2 മണിക്കൂറായി സ്റ്റക്കായിട്ട് നിൽക്കും കേട്ടോ. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇവിടെ ഇങ്ങനെ ഫുൾ ബ്ലോക്കാണ്. എന്താ പറയാ, അവിടെ എല്ലാം സ്നോഫാൾ എന്തൊക്കെ ഉണ്ട്. വഴി 2 കിലോമീറ്റർ പുറത്തേക്ക് 1000 വണ്ടികളും കിടക്കുന്നുണ്ട് കണ്ടോ. നമ്മളപ്പോൾ ജസ്റ്റ് ടോയ്ലറ്റ് എന്തുകൊണ്ട് വാഷ്റൂം പോകാൻ വേണ്ടി നടക്കുകയാണ്. ഓ ഒടുക്കത്തെ തണുപ്പും എന്താ ചെയ്യാന്നറിയില്ല. സ്റ്റക്കാണ്, ലിറ്ററലി സ്റ്റക്കാണ്. കാരണം ഒരു വണ്ടി അനങ്ങുന്നില്ല. എല്ലാ വണ്ടിയിലും ആൾക്കാർ പോലുമില്ല. നമ്മളിപ്പോൾ എല്ലാവരും പുറത്തിറങ്ങി നടക്കുക. എന്ത് ചെയ്യാനാ? എല്ലാ വണ്ടിയും കൂടെ അവിടെ കുറേ തിരിഞ്ഞു കളിച്ചിട്ട് അവിടെ ബ്ലോക്കായി. അതിന് മൊത്തം മാറ്റി വരണം. ഇതാണ് ഈ ഹിമാചലിലൊക്കെ നമ്മൾ എന്തെങ്കിലും പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. ഇവിടുത്തെ റോഡ് കണ്ടീഷനൊക്കെ എന്താണോ എങ്ങനെയാണോ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. വെതർ ആണെങ്കിലും നമ്മളിവിടെ എത്തിയിട്ടാ. ഇപ്പോഴും സ്നോഫാളിന് വരെ ഒരു മാറ്റമില്ല. ഫുള്ള് സ്നോഫാള്. എല്ലാവരും ഇവിടെ എന്തൊക്കെയോ ആക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാനാ? ഓ തണുത്തിട്ട് കണ്ണും കാണാനില്ല. വീണ്ടും സ്നോഫാളിലേക്ക്. ഡെയിലി സ്നോഫാള്, ഫുൾ ടൈം സ്നോഫാള്. നോക്ക് 2 മണിക്കൂർ ഇവിടെ കുടുങ്ങി കിടക്കുന്നത്. എല്ലാവർക്കും മറ്റേ ഇതായി മനസ്സിലായി. സ്നോ കിട്ടാത്തവർക്കൊക്കെ ആഘോഷമായി. വേണ്ട മൊത്തം സ്നോയിൽ കളിക്കാനുള്ളൊരു ഒന്നും പറയാൻ പറ്റില്ല. തണുത്തിട്ട് എൻ്റെ പൊന്നെ ഫുള്ള് സ്റ്റക്കാ. നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്താ പറയുക, എനിക്ക് എന്തോ ഭയങ്കര തണുപ്പ്. കുറേ നേരം വണ്ടീൻ്റെ ഉള്ളിലിരുന്ന് മൊത്തം സ്റ്റക്ക്. 24 മണിക്കൂർ വരെ നമ്മൾ വന്നില്ല. 24 മണിക്കൂർ ശരിയാ.
ഓ വാഷ്റൂം പോയിട്ട് തിരിച്ചങ്ങോട്ട് നടക്കുന്ന കേട്ടാ. ഓ ഇല്ലാണ്ടായി പോയി. നോക്കി നാളെ ഇവിടുത്തെ അവസ്ഥ, എല്ലാ വണ്ടി സ്റ്റക്കാ. ഓ വഴുക്കുകയും ചെയ്യും, നടക്കാനും പറ്റില്ല. ഓ എൻ്റെ നല്ല ഷൂ ആണ്, അതുകൊണ്ട് സത്യമാണ് സമാധാനം. പക്ഷെ സോക്സ് കൊള്ളൂല, നല്ല സോക്സ് ഒക്കെ ഉണ്ടായിരുന്ന സെറ്റാ. ഓക്കെ ഈ അഡൽട്ടൻ്റെ അവിടെ നമ്മൾ എത്ര നേരം നിന്ന്. ഓ ഫുൾ സ്റ്റക്കാ, 2 മണിക്കൂറായിട്ട് നമ്മൾ സ്റ്റക്കാ. ഓ ഫുള്ള് വെള്ള, ഒന്നും കാണാൻ പോലില്ല. ആ കാണുന്ന എവിടെ നോക്കിയാലും വെള്ള. പിന്നെ ദേ വണ്ടി പാസ് ചെയ്തതിൻ്റെ ചെളി അത് കാണുന്നേ. ഓ ആരുടെ കൊടയാ? നടന്നോ. ഇവിടുന്ന് എനിക്ക് തോന്നുന്നു അങ്ങോട്ട് വണ്ടിയൊന്നും വിടുന്നില്ല എന്നല്ലേ. ഇവിടുന്ന് വണ്ടി വിടുന്നില്ല തോന്നുന്നു അങ്ങോട്ട്. അവിടുന്ന് ഇങ്ങോട്ട് വരാനുള്ള വണ്ടികൾ മാത്രമേ ഇങ്ങോട്ട് വിടുന്നുള്ളൂ. കണ്ടോ, ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ സ്പേസ് ഇല്ല, അതുകൊണ്ട് ഇങ്ങനെ സ്റ്റക്കായി കിടക്കുന്നേ. നമ്മൾക്ക് തിരിച്ചിങ്ങോട്ട് വരാം, ഇവിടുന്ന് പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഓ നല്ല വഴുക്കലാണേ, എൻ്റെ അമ്മ ചെന്നി വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. ഓ സംസാരിക്കാൻ പറ്റില്ല, തണുപ്പ്, ഫ്രീസ്. ഇവിടെ നമ്മളിതാ ഫൈനലി മണാലി എത്തിയിട്ടുണ്ട്. ഇവിടെ അവൻ കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ KFC പറഞ്ഞിട്ടുണ്ട്. സോ KFC ആണ് കഴിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. സോ ഞാൻ ഇന്ന് ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോവാണ്. ഡൽഹിയിലേക്ക് ഞാൻ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് അടുത്ത ദിവസം ബാംഗ്ലൂർ എത്തണം. ബാംഗ്ലൂർ എൻ്റെ വിസ എടുക്കണം. സോ ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് അപ്പം തന്നെ ബസ്സുണ്ട്, ബസ്സിൽ കയറി ഡൽഹി പോകണം. ഹലോ, നമ്മൾ രണ്ടുപേരും ട്രെയിനിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ബാംഗ്ലൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ നല്ല കോൾഡ് പിടിച്ച്, എനിക്കൊരു കുഴപ്പമില്ലല്ലോ, ചുണ്ട് ഡ്രൈ, അത് പ്രശ്നമല്ല. എനിക്ക് ഈ തണുപ്പിന്ന് പെട്ടെന്ന് ചൂടിലേക്ക് വന്നപ്പോൾ ചൂട് തീരെ സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സിക്കായി, എന്താ പറയുക, ഭയങ്കര ജലദോഷമാണുള്ളത്. സോ ഇന്നലെ ട്രെയിനിൽ കയറിയതാ, ഫോണും നോക്കിയിട്ടില്ല, ക്യാമറയും നോക്കിയിട്ടില്ല, ഒന്നും നോക്കിയിട്ടില്ല. ട്രെയിനിൽ തന്നെ ഫൈൻ അടച്ചിട്ട് ഇവിടെ നമുക്ക് സ്ഥലമൊക്കെ ഉണ്ട്, കുറേ പേരുണ്ട്. കുറേ പേരൊക്കെ പോയി അല്ലേ, കുറേ പേരുണ്ടായിരുന്നു. സോ അങ്ങനെ നമ്മളിവിടെ റെസ്റ്റ് എടുത്ത് ട്രെയിനിൽ തന്നെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ രാവിലെ ആകുമ്പോൾ ഒരു 4 മണിയൊക്കെ ആവുന്ന സമയത്ത് ബാംഗ്ലൂർ എത്തും. അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഫ്രാൻസിൻ്റെ വിസ എടുക്കണം, ഷെങ്കൻ വിസ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യാനാണ് പ്ലാൻ. എങ്ങോട്ടാണെന്നൊന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. സോ ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് വയ്യ മിണ്ടാൻ ട്രെയിനിൽ, പിന്നെ ഒന്ന് വീഡിയോ എടുക്കാനൊന്നും വയ്യ, ഭയങ്കര സിക്കായിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് ട്രാവൽ പ്ലാൻസ് ഒന്നുമില്ല. സൗത്ത് അമേരിക്ക പോകാൻ തന്നെയാണ് പ്ലാൻ, പക്ഷേ അതിന് പിന്നെ കുറേ വിസ എടുക്കാനുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.